Hi all, welcome to Learn Heroes Zero to Hero ട്രേഡിംഗ് പ്രോഗ്രാം. നമ്മൾ സീറോ ടു ഹീറോൻ്റെ ഇന്നത്തെ സെഷനിൽ നോക്കാൻ പോകുന്നത് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, എന്താണ് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ? നമുക്കതിൻ്റെ ഡെഫിനേഷനിലേക്ക് ഒന്ന് കടക്കാം. ഇൻ ടെക്നിക്കൽ അനാലിസിസ്, എ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ഈസ് എ മൂവ്മെൻറ്റ് ഇൻ പ്രൈസ് shown graphically on a candlestick chart that some believe can predict a particular market movement. ടെക്നിക്കൽ അനാലിസിസിൽ നമ്മൾ ഗ്രാഫിൽ അല്ലെങ്കിൽ ചാർട്ടിൽ പ്ലേസ് ചെയ്തിട്ടുള്ള പ്രൈസ് മൂവ്മെൻറ്റ്സ് ഫൈൻഡ് ചെയ്യാനും മുമ്പോട്ടുള്ളതും ഇനി വരാൻ പോകുന്ന പ്രൈസ് മൂവ്മെൻറ്റ്സിനെ പ്രിഡിക്റ്റ് ചെയ്യാനും നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള രണ്ട് ടൈപ്പ് അനാലിസിസ് ആണ്. ഒന്ന് ഫണ്ടമെൻ്റൽ അനാലിസിസ്, ഒന്ന് ടെക്നിക്കൽ അനാലിസിസ്. ഫണ്ടമെൻ്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും നമുക്ക് തീർച്ചയായിട്ടും രണ്ടും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഒരു ട്രേഡറിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതലായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളത് ടെക്നിക്കൽ അനാലിസിസ് ആണ്. നമ്മൾ ആ ടെക്നിക്കൽ അനാലിസിസ് യൂസ് ചെയ്തിട്ടാണ് ഓരോ ട്രേഡ്സും പ്ലേസ് ചെയ്യുന്നത്, ഓരോ സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യുന്നത്, ഓരോ എൻട്രീസ് ഫൈൻഡ് ചെയ്യുന്നത് എല്ലാം ടെക്നിക്കൽ അനാലിസിസിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ ടെക്നിക്കൽ അനാലിസിസിൽ നമ്മൾ ഏറ്റവും ബേസിക്കായിട്ട് പഠിച്ചിരിക്കുന്നുണ്ടോ, എന്നാൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഏറ്റവും ഡെപ്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യമാണ് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് അഥവാ ക്യാൻഡിൽ സ്റ്റിക്ക് ഫോർമേഷൻസ്. ഈ ക്യാൻഡിൽസിനെ വെച്ചിട്ടാണ് നമ്മൾ ഇനി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, നമ്മളെ സ്ട്രാറ്റജീസ് ആവട്ടെ, അടുത്ത പ്രൈസ് മൂവ്മെൻറ്റ്സിൻ്റെ കാൽക്കുലേഷൻസ് ആവട്ടെ, എല്ലാം കണക്കാക്കുന്നത് അല്ലെങ്കിൽ എല്ലാം ഫൈൻഡ് ചെയ്യുന്നത് ഈ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഒരു ട്രേഡറിനെ സംബന്ധിച്ച് അവൻ ഏറ്റവും ഡെപ്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ്. ഈ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് മനസ്സിലാക്കാൻ വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കാര്യമാണ് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ. ഓരോ ക്യാൻഡിൽസ് കണ്ടാൽ തന്നെ നമുക്കറിയണം ആ മാർക്കറ്റിൽ ഇപ്പോൾ ബയ്യേഴ്സാണോ സെല്ലേഴ്സാണോ കൂടുതൽ ആക്റ്റീവ്, അല്ലെങ്കിൽ ഇനി അടുത്ത പ്രൈസ് മൂവ്മെൻ്റ് എന്താ, ഇനി ആ മാർക്കറ്റിലെ പ്രൈസ് മുകളിലേക്ക് പോകുമോ അല്ലെങ്കിൽ താഴത്തേക്ക് വരുമോ എന്നുള്ളതൊക്കെ നമുക്കൊരു ക്യാൻഡിൽ കണ്ടാൽ ഫൈൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ക്യാൻഡിലിൻ്റെ ബേസിക് സ്ട്രക്ചർ. ഇങ്ങനെയാണ് ഒരു ക്യാൻഡിൽ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ രണ്ട് കളറിൽ, റെഡ് കളറിലും ഗ്രീൻ കളറിലും നമുക്ക് ക്യാൻഡിൽസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഗ്രീൻ കളർ ക്യാൻഡിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് അല്ലെങ്കിൽ ബയ്യേഴ്സ് ക്യാൻഡിലാണ്. ആ ക്യാൻഡിൽ ഉണ്ടാവുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് നമ്മുടെ ട്രേഡിംഗ് ടെർമിനലിൽ ചെന്ന് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈം ഫ്രെയിംസ് അവൈലബിൾ ആണ്. 1 മിനിറ്റിൻ്റെ ക്യാൻഡിൽ അവൈലബിൾ ആണ്, 5 മിനിറ്റ് അവൈലബിൾ ആണ്, 15 മിനിറ്റ് അവൈലബിൾ ആണ്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈം ഫ്രെയിംസ് അവൈലബിൾ ആണ്. അപ്പോൾ ഏത് നമ്മളിപ്പോൾ ഇതൊരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിലാണെന്ന് കണക്കൂട്ടാം. അപ്പോൾ ഈ ഗ്രീൻ ക്യാൻഡിൽ കണ്ടാൽ നമ്മൾ മനസ്സിലാക്കണം ഇത് ബയ്യേഴ്സ് ക്യാൻഡിലാണ്. ഈ 5 മിനിറ്റ് ക്യാൻഡിൽ ഫോം ചെയ്ത സമയത്ത് മാർക്കറ്റിൽ ബയ്യേഴ്സാണ് സെല്ലേഴ്സിനെക്കാട്ടും ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടുള്ളത്. ബയ്യിങ് ആണ് അവിടെ കൂടുതലായിട്ട് നടക്കുന്നത്. അപ്പം ഇനി മാർക്കറ്റ് ചിലപ്പോൾ മുകളിലേക്ക് പോകാനാണ് സാധ്യത എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഈ റെഡ് ക്യാൻഡിൽ കണ്ടെന്ന് മനസ്സിലാക്കണം, അവിടെ ബയ്യേഴ്സിനെക്കാട്ടിലും കൂടുതൽ സ്ട്രോങ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് സെല്ലേഴ്സാണ്. സെല്ലേഴ്സിൻ്റെ പ്രസൻസാണ് കൂടുതൽ. ഈ 5 മിനിറ്റ് ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇനിയിപ്പോൾ സെല്ലേഴ്സാണ് കൂടുതലായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നമുക്കൊരു സെൽ സൈഡ് ആണ് ഇനി മാർക്കറ്റ് പോകുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇപ്പോൾ ഈ ക്യാൻഡിൽസിൻ്റെ സ്ട്രക്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു ക്യാൻഡിലിന് 2 ഭാഗങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളത്, 2 പോർഷൻസാണുള്ളത്. അതിൻ്റെ വിക്കുകളും 2 വിക്കും ഒരു ബോഡിയും, ഒരു റിയൽ ബോഡിയും 2 വിക്കും. ഈ ബോഡിയുടെ മുകളിലുള്ള ഈ വിക്കിനെ അപ്പർ ഷാഡോ അല്ലെങ്കിൽ അപ്പർ വിക്ക് എന്നും, താഴെയുള്ള ഈ വിക്കിനെ ലോവർ ഷാഡോ അല്ലെങ്കിൽ ലോവർ വിക്ക് എന്നും പറയും. നടുക്കിലുള്ള ഈ പാർട്ടാണ് റിയൽ ബോഡി ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരു ക്യാൻഡിൽ എത്ര കണ്ട് സ്ട്രോങ് ആണ് അല്ലെങ്കിൽ ആ ക്യാൻഡിലിൻ്റെ കൺഫർമേഷൻ നമ്മൾ എത്ര കണ്ട് സ്ട്രോങ് ആയിട്ട് കൺഫേം ചെയ്യാമെന്നൊക്കെ ഉള്ളത് നമ്മൾ അതിൻ്റെ ബോഡിയുടെ സൈസ് അനുസരിച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബോഡി എത്ര കണ്ട് വലുതാണോ അത്ര കണ്ട് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു കൺഫർമേഷനാണ് കിട്ടുന്നത്. ബയ്യേഴ്സ് ആണോ സെല്ലേഴ്സ് ആണോ കൂടുതൽ എന്നുള്ളത് ബോഡിയുടെ സൈസ് അനുസരിച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ക്യാൻഡിലിൻ്റെ ബേസിക് സ്ട്രക്ചർ. ഇനി ഈ ക്യാൻഡിൽ എങ്ങനെയാണ് ഫോം ആവുന്നത് അല്ലെങ്കിൽ ക്യാൻഡിലിൻ്റെ സൈക്കോളജി എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഈ ഗ്രീൻ ക്യാൻഡിൽ നോക്കാം. ഈ ഗ്രീൻ ക്യാൻഡിൽ
നമുക്ക് മാർക്കറ്റിൽ ഒരു 9:15 ഓപ്പൺ ആയിട്ടുള്ളൊരു ക്യാൻഡിലാണെന്ന് വെക്കുക. 5 മിനിറ്റ് ക്യാൻഡിലാണ്. അപ്പോൾ 9:15 ഈ ക്യാൻഡിൽ ഇവിടെ നിന്ന് ഓപ്പൺ ആവുന്നു. 9:15 ഇവിടെ നിന്ന് ഓപ്പൺ ആയിട്ട് ഈ ക്യാൻഡിൽ ഒരു 9:16 ആവുമ്പോൾ ഈ മാർക്കറ്റിൽ കുറച്ച് സെല്ലേഴ്സ് ആക്റ്റീവ് ആവുന്നു. അവരുടെ സെല്ലിംഗ് പവർ അല്ലെങ്കിൽ സെല്ലിംഗ് പ്രഷർ കാരണം ഈ ക്യാൻഡിലിനെ പ്രൈസ് താഴത്തേക്ക് കൊണ്ടുവരുന്നു, ഇതുവരെ എത്തുന്നു. അപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ പ്രൈസ് കുറഞ്ഞു. ഈ പ്രൈസ് കുറഞ്ഞ് ഇവിടെ എത്തി. ദെൻ ഇവിടെ നിന്ന് അതിശക്തമായിട്ട് ബയ്യേഴ്സ് എൻ്റർ ആവുകയാണ്. ബുൾസ് എൻ്റർ ആയിട്ട് ഈ മാർക്കറ്റിനെ ഒരു 9:16 ആവുമ്പോൾ ഇവിടെ എത്തിക്കുന്നു. ഈ ലെവലിൽ ഇതിനൊരു ഹൈ ലെവലിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ മാർക്കറ്റിൽ ബയ്യേഴ്സ് എൻ്റർ ആയതുകൊണ്ട് ഇതിൻ്റെ ഈ ക്യാൻഡലിൻ്റെ പ്രൈസ് കൂടി ഇവിടെ എത്തി. ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ ഒരു 9:13, 14 കഴിഞ്ഞ് 9:15 ഈ ക്യാൻഡിൽ ഇവിടെ വന്ന് ക്ലോസ് ആവുന്നു. അപ്പം എന്താ, ഇവിടെ ബയ്യേഴ്സാണ് സെല്ലേഴ്സിനെക്കാട്ടിലും കൂടുതലായിട്ട് ആക്ട് ചെയ്യണത്. ഇവിടെ നിന്ന് ഈ ലോയിൽ നിന്ന് ബയ്യേഴ്സ് അതിശക്തമായിട്ട് എൻ്റർ ചെയ്തിട്ട് ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ കുറച്ച് താഴെയായിട്ട് ഇവിടെ വന്ന് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഒരു ഗ്രീൻ ക്യാൻഡിൽ അഥവാ ബയ്യേഴ്സ് ക്യാൻഡിലിൻ്റെ സൈക്കോളജി. അങ്ങനെ നമുക്ക് ഈ റെഡ് ക്യാൻഡിലിൻ്റെ നോക്കാം. ഈ റെഡ് ക്യാൻഡിൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഈ ക്യാൻഡിൽ ഓപ്പൺ ആവുന്നത് ഇവിടെ നിന്നാണ്, മുകളിലാണ്. ഈ ക്യാൻഡിൽ ഓപ്പൺ ആയത് താഴെ നിന്ന് ഓപ്പണായി അതിനേക്കാട്ടിലും മുകളിൽ ക്ലോസ് ആയി. അപ്പോൾ അതൊരു ബയ്യേഴ്സ് ക്യാൻഡിലായി. ബട്ട് ഈ ക്യാൻഡിൽ ഓപ്പൺ ആവുന്നത് മുകളിൽ നിന്ന് ഓപ്പൺ ആവുന്നു. ഒരു 9:15 ഇത് മുകളിൽ ഓപ്പണായി. ദെൻ അവിടെ ഒരു ചെറിയ ബയ്യേഴ്സ് പ്രഷർ കാരണം ഒരു 9:16 ഒക്കെ ആകുമ്പോൾ ഇവിടെ അതൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു. കുറച്ച് ബയ്യേഴ്സ് എൻ്റർ ആയി, ഇതൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ദെൻ അതിശക്തമായിട്ട് മാർക്കറ്റിൽ ആ സമയത്ത് സെല്ലേഴ്സ് എൻ്റർ ആവുകയാണ്. ആ മാർക്കറ്റിനെ അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസിനെ താഴത്തേക്ക് വിടുന്നു. ഒരു 9:17 ഇവിടെ മാർക്കറ്റ് ഇവിടെ എത്തി, ലോ ക്രിയേറ്റ് ചെയ്തു. അതിശക്തമായിട്ട് സെല്ലേഴ്സ് എൻ്റർ ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഹൈയിൽ നിന്ന് ഇത് ലോയിലേക്ക് ഇതിൻ്റെ പ്രൈസ് എത്തിയത്. ദെൻ അവിടെ നിന്ന് ഒരു ചെറിയ ബയ്യിങ് പ്രഷർ കാരണം കുറച്ച് ബയ്യേഴ്സ് എൻ്റർ ആവുന്നു. ദെൻ 9:20 ഈ ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ആവുന്നു. അപ്പോൾ ഓപ്പൺ ചെയ്തത് ഇവിടെ, ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തത് ഇവിടെ. ഇവിടെ 2 വിക്കുകൾ ഉണ്ടായി. അപ്പോൾ ഇതാണ് ഒരു സെല്ലേഴ്സ് ക്യാൻഡിൽ അല്ലെങ്കിൽ ബെയറിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ ക്യാൻഡിലുകളും മാർക്കറ്റിൽ ഫോം ആവുന്നത്. ഇതിൽ ബയ്യേഴ്സിൻ്റെയും അല്ലെങ്കിൽ സെല്ലേഴ്സിൻ്റെയും ഒരു വോളിയം അല്ലെങ്കിൽ അവരുടെ പവർ അനുസരിച്ച് ഇതിൻ്റെ ബോഡിയിൽ വ്യത്യാസം വരാം, വിക്കിൽ വ്യത്യാസം വരാം, വിക്കിൻ്റെയൊക്കെ സൈസിൽ. അങ്ങനെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാൻഡിൽസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാൻഡിൽസിൻ്റെ ഒരു കോമ്പിനേഷനാണ് നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് അല്ലെങ്കിൽ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് എന്നൊക്കെ പറയുന്നത്. ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് അല്ലെങ്കിൽ നമുക്ക് ആ മാർക്കറ്റിൽ മൂവ്മെൻറ്റ്സ് ഒക്കെ ഫൈൻഡ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാൻഡിൽസിൻ്റെ കോമ്പിനേഷൻ കൊണ്ടാണ്. ഓക്കെ, പിന്നെ